പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഓരോരോ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രകടമാക്കും. കർത്താവെ, ഞങ്ങൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോരോ അവസരങ്ങളിൽ അങ്ങയുടെ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പ്രതിസന്ധിയിൽ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് മോശയെയും അതുപോലെ തന്നെ ജോഷുവയും ന്യായാധിപന്മാരെയും എല്ലാം അയച്ച് ആ ജനത്തെ അങ്ങ് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കാൻ അങ്ങ് മനസ്സായി. കർത്താവെ, ക്രിസ്മസിന് ഒരുങ്ങുന്ന ഞങ്ങൾ പുൽക്കൂടിൽ ഉണ്ണീശോയെ സ്വീകരിക്കാൻ, യഥാർത്ഥ രക്ഷകനെ സ്വന്തമാക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി യഥാർത്ഥത്തിലുള്ള പ്രത്യാശയും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ആശ്രയവും ഞങ്ങളുടെ രക്ഷയും ഈശോയിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഇന്നലെ 12-ാം തീയതി നമ്മൾ ജഡ്ജസിന്റെ അതല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് വിവിധ ന്യായാധിപന്മാരെ അയച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ആ ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടപ്പോൾ ദൈവം പ്രത്യേകമായിട്ട് അവരെ മോചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കുന്നു, വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ റൂത്ത് അവിടെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ആ റൂത്ത് ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. ആ റൂത്ത് അതിന്റെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ധകാരത്തില് ഒരു സ്ത്രീയുടെ വിശ്വാസം മിശിഹായിക്ക് വഴി തുറക്കുകയാണ്. നമുക്കറിയാം, റൂത്ത് ഒരു വിജാതീയ സ്ത്രീയായിരുന്നു, ബോവാസിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ തന്റെ അമ്മ നവോമി, ബോവാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ റൂത്ത് തന്റെ അമ്മയെ വിട്ടു പോകുന്നില്ല. അമ്മ പറയുന്നുണ്ട്, നീ പൊക്കോ, നിന്റെ ദേശത്തേക്ക് പൊക്കോ എന്ന് പറയുമ്പോഴും അവൾ പറയുകയാണ്, നിന്റെ ജനം എന്റെ ജനമാണ്, നിന്റെ ദൈവം എന്റെ ദൈവമാണ്. അത് 1-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു റൂത്തിന്റെ പുസ്തകത്തില്. പ്രിയം നോക്കുക, ദൈവം ഓരോരോ കാലങ്ങളില് ഇരുണ്ട കാലഘട്ടത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോയപ്പോൾ ദൈവം അവരെ രക്ഷയ്ക്കായിട്ട് പലരെയും അയക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നു, ഇത് ആത്മീയമായിട്ട് ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നിലാണ് ഇസ്രായേൽ ജനം കടന്നു പോകുന്നത്. അവിടെ എല്ലാവരും തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. നമ്മൾ പ്രത്യേകമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. വിശ്വാസം തളർന്ന കാലം, ദൈവം അവരിൽ നിന്നും അകറ്റപ്പെടൂ, കുടുംബങ്ങള് തകർന്ന ഒരവസ്ഥ. അങ്ങനെ ഇന്നത്തെ ലോകവും വലിയ പരിധിവരെ, പ്രിയമുള്ളവരെ, ഇതിന് സമാനമായ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഇഷ്ടപ്രകാരം ജീവിക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതക്രമം സ്വന്തമാക്കിയിട്ട് അതിന് മുകളിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവത്തിന് ഒരു വിലയുമില്ലാത്തൊരു കാലം, വിശ്വാസം തളർന്നിരിക്കുന്ന കാലം, ദൈവം നമ്മളിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ തകർന്ന അവസ്ഥകള് ഒരുപാടുണ്ട് പ്രിയമുള്ളവരെ. ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയോ പേരാ പറഞ്ഞു, ജീവിതത്തില് അവസ്ഥകൾ വളരെ അരോചകമായിട്ട് വേദനാജനകമായിട്ടും തകർന്ന ഒരു ജീവിതങ്ങളാണ്. ഇവിടെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, ഈ ഇരുട്ടിനകത്ത് ഒരു സ്ത്രീയെ ദൈവം അയക്കുകയാണ്. അവളുടെ പേരാണ് റൂത്ത്. റൂത്തിന്റെ കാലഘട്ടം ചെറുതായിട്ട് കാണപ്പെടുന്നെങ്കിലും ദൈവത്തിന് അത് വലുതായിരുന്നു. ഒരു മോവാബ്യ സ്ത്രീ, ഒരു വിധവ, അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വമില്ലാതെ ജീവിക്കുന്നവള്, സൊസൈറ്റി, സമൂഹം പ്രത്യേകമായിട്ട് തള്ളിക്കളഞ്ഞവളായിരുന്നു. ആ യഹൂദ സമൂഹം തള്ളിക്കളഞ്ഞ വിജാതീയ സ്ത്രീ, ഒരു മോവാബ്യ സ്ത്രീ. എന്നവർക്ക് അവള് തന്റെ അമ്മായിയമ്മയെ അനുഗമിക്കുകയാണ്. നീ പോകുന്നിടത്തൊക്കെ ഞാൻ പോവും, നിന്റെ ജനം എന്റെ ജനമായിരിക്കും, നിന്റെ ദൈവം എന്റെ ദൈവമാണ്. അങ്ങനെ റൂത്ത് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോകും, നിന്റെ ദൈവം എന്റെ ദൈവമായിട്ട് മാറും. അങ്ങനെ റൂത്തിലൂടെ ദൈവം നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ റൂത്ത് ആ ജീവിത ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു കാര്യമുണ്ട്. അവിടുന്ന് ബോവാസിന്റെ അടുത്ത സന്തതിയിൽ കാണുന്ന ഓബേദ്, ജസ്സെ, ദാവീദ്, ജോസഫ്, ഈശോ. അപ്പൊ അങ്ങനെ ആ ഒരു വംശാവലി വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ ഇടപെടൽ. നോക്കുക പ്രിയമുള്ളവരെ, റൂത്ത് അത്ഭുതങ്ങൾ ചെയ്തു എന്നല്ല അവളുടെ മഹത്വം. അവള് വയലുകളിൽ പോയി കാലാവർക്ക് ജീവിച്ചു. വിശപ്പിന്റെ നടുവിൽ വിശ്വസ്തതയുള്ളവളായി മറ്റുള്ളവരോട് ആദരവോടുകൂടെ നടന്നവള്. അമ്മയെ പോലുള്ള നവോമിയെ ഒരിക്കലും അവൾ വിട്ടുവീക്ഷിച്ചില്ല. അവളുടെ ദൈവം, നവോമിയുടെ ദൈവം റൂത്തിന്റെ ദൈവമായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. വംശാവലി ഗ്രന്ഥത്തിൽ റൂത്ത്, ഈ റൂത്തിന്റെ പേര് ദൈവം വളരെയേറെ പ്രബലമാക്കി മാറ്റുകയാണ്. കർത്താവിന്റെ ആ രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ പ്രിയമുള്ളവരെ, ദൈവം ഒരു ഇടം നൽകിയിട്ടുണ്ട്. നമ്മളെ ദൈവം ഈ ലോകത്തില് ജനിക്കാൻ അനുവദിച്ചത് കർത്താവിന്റെ രക്ഷണീയ കൃത്യത്തിൽ നമ്മൾ പങ്കുകാരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ഇരുളടയുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവർ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ, അതുപോലെ കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും
അധാർമികത കൊടികുത്തി വാഴുമ്പോഴൊക്കെ നമ്മൾ ആത്യന്തികമായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ദൗത്യം എന്നുള്ളത് ദൈവത്തെ തിരിച്ചറിയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ഇരുട്ടിൽ പ്രകാശമായിട്ട് മാറുക. നമ്മൾ ഒരു തീർത്ഥാടനത്തിലാണ്, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, എന്നാൽ പ്രത്യാശയുടെ തീർത്ഥാടകർ. ആ പ്രത്യാശ നമ്മൾ കണ്ടെത്തുന്നത് പുൽക്കൂടിലാണ്, ഈശോയുടെ തിരുപ്പിറവി. അതിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജനം അങ്ങയെ ഉപേക്ഷിച്ച് വ്യാജ ദേവന്മാരെ അന്വേഷിച്ച് പോയപ്പോൾ പിശാചിന്റെ മേൽ ഒരു പിശാചിനെ ആശ്രയിച്ച് അവരുടെ മേൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ തകർച്ചയും അതുപോലെ തന്നെ നിരാശയും ദുഃഖവും അവരുടെ ജീവിതത്തിലുണ്ടായി, പരാജയമുണ്ടായി. എന്നാൽ ദൈവം ആ കാലഘട്ടങ്ങളിൽ തന്റെ പ്രവാചകന്മാരെ അയച്ചു, പ്രത്യേകിച്ചും മൂശയെ അവിടുന്ന് വിളിച്ചു. അതുപോലെ തന്നെ ജോഷുവയെ കൊണ്ടുവന്നു, ന്യായാധിപന്മാരെ കൊണ്ടുവന്നു. വീണ്ടും ഞങ്ങൾ കാണുന്നു കർത്താവെ, ഒരു സാധാരണ സ്ത്രീയിലൂടെ അവരുടെ വിശ്വസ്തതയും വിശ്വാസവും ഇസ്രായേൽ ജനത്തെ ആ രക്ഷകനിലേക്ക് നയിച്ചു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ കാണാൻ, അവിടുത്തെ പ്രകാശത്തിൽ ജീവിക്കാൻ, മറ്റുള്ളവർക്ക് സത്യദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങളും ആ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ട് ഞങ്ങൾ ആ സന്തോഷവും പ്രകാശവും സമാധാനവും സ്വന്തമാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.